ഇന്നിപ്പോ ചെറിയൊരു ഹർജി കൂടെ സുപ്രീം കോടതി ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരികയാണ്. RS ശശികുമാർ ഒരു ഹർജി ഇന്ന് ഫയൽ ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വകമാറ്റിയ കേസിൽ ലോകായുക്തയുടെ ഉത്തരവ് ചോദ്യം ചെയ്താണ് RS ശശികുമാറിന്റെ ഹൈക്കോടതിയിലെ ഹർജി. ലോകായുക്ത ഉത്തരവ് നിയമവിരുദ്ധമാണെന്നാണ് ഹർജിയിൽ ഹർജിക്കാരൻ പറയുന്നത്. പരാതി നിലനിൽക്കില്ല എന്ന് പറയാൻ ലോകായുക്തയ്ക്ക് അധികാരമില്ല എന്നുകൂടി RS ശശികുമാർ പറഞ്ഞു വയ്ക്കുന്നു. കൊച്ചിയിൽ നിന്ന് ഈ ഹർജിയുടെ വിശദാംശങ്ങളുമായി ശ്രീകാന്ത് നമുക്കൊപ്പം മോർണിംഗ് ഷോയിൽ ചേരുന്നു. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്. ഈ പ്രതീക്ഷയോടെയാണ് ശശികുമാർ ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത്. എന്തൊക്കെയായിരിക്കും ഇത് നൽകുന്ന ചില സൂചനകൾ? വെരി ഗുഡ് മോർണിംഗ് SKN. ഇന്ന് ഹൈക്കോടതിയെ സംബന്ധിച്ചിടത്തോളം നിരവധി വാർത്തകളുള്ള ദിവസമാണ്. അതായത് ഏതാണ്ട് ഒരു 5-ലധികം ഹർജികൾ ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് ഇന്ന് എത്തുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹർജി ഏത് എന്ന് ചോദിച്ചാൽ അതിലൊന്ന് ഈ RS ശശികുമാറിന്റെ ഹർജി തന്നെയാണ്. കാരണം നേരത്തെ ലോകായുക്ത ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട RS ശശികുമാറിന്റെ ഹർജി തള്ളിയിരുന്നു. ആ ഉത്തരവ് റദ്ദാക്കണം എന്നുള്ളതാണ് RS ശശികുമാറിന്റെ ആവശ്യം. അദ്ദേഹം ഈ ആവശ്യം ഉന്നയിച്ച് നേരത്തെ ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിരുന്നു. ഇന്നത് കോടതിയുടെ മുന്നിലേക്ക് എത്തുകയാണ്. ലോകായുക്ത ഉത്തരവ് നിയമവിരുദ്ധമാണ് എന്ന് അദ്ദേഹം ആരോപിക്കുന്നു. മാത്രമല്ല പരാതി നിലനിൽക്കില്ല, തന്റെ പരാതി നിലനിൽക്കില്ലെന്ന് പറയാൻ ലോകായുക്തയ്ക്ക് ഒരു തരത്തിലുള്ള അധികാരവുമില്ല എന്നുകൂടി RS ശശികുമാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും രാഷ്ട്രീയക്കാർക്ക് മാനദണ്ഡങ്ങൾ ലംഘിച്ച് പണം നൽകി, ഇതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം. ഇനി ഹൈക്കോടതി കൂടി ഈ വിഷയത്തിൽ എന്ത് പറയുന്നു എന്ന് കാത്തിരുന്ന് കാണാം. 11 മണിയോടുകൂടി ഈ കേസ് എടുക്കും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്.